നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായി ചിന്തിച്ചു വരുന്നത് ആത്മീയത്തിലെ ചില ഉപദേശങ്ങൾ അഥവാ കള്ളപ്രവണതകൾ. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന യൂദായെക്കുറിച്ച് തിരുവചനം പറയുന്നു, അവനൊരു കള്ളനാകുന്നു എന്ന്. പക്ഷേ പത്രോസ് ശ്ലീഹാ തൻ്റെ ലേഖനം എഴുതുമ്പോൾ 2 പത്രോസ് 2:1 മുതൽ വായിക്കുമ്പോൾ നാം വായിക്കുന്നു, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് പഴയ നിയമ ഇസ്രായേലിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറിയതായ കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. അന്ന് സിദക്കിയ രാജാവിൻ്റെ കാലത്തെല്ലാം യെരമ്യാവ് സത്യവചനം പ്രസ്താവിക്കുമ്പോൾ കള്ളപ്രവാചകന്മാർ അവർ രാജാവിനെ സന്തോഷിപ്പിച്ചിരുന്നു. ഇനിയും അതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. എന്നാൽ കഴിഞ്ഞ അവസരത്തിൽ ചിന്തിച്ചത്, നമ്മുടെ ഒരു ആത്മീയ കൂട്ടത്തിൽ നാം വേറെ ആരെയും നോക്കുന്നില്ല. നമ്മുടെ ഈ ആത്മീയ കൂട്ടത്തിൽ ഒരു കള്ളനായി, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രയാസമുണ്ടല്ലേ, ഒരു കപട ആത്മീയനായി, ഒരു ആത്മീയ സ്ത്രീയായി ഞാൻ ജീവിക്കുകയാണോ? നാം വാസ്തവമായി ഈ വചനം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്തുമാത്രം കാപട്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും, എന്തുമാത്രം കള്ളത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. നാം എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ ദൈവമക്കളുടെയും നാവിലൂടെ സംസാരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ വരുമ്പോൾ, അപ്പോസ്തലൻ പറഞ്ഞു, അത് അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നല്ല ഞങ്ങളുടെ വചനം വന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ആ വചനം വന്നത്. ആ വചനം സന്ധിമജ്ജകളെ കീറി മുറിക്കും, ഹൃദയത്തിൻ്റെ ഭാവങ്ങളെയും ചിന്തനങ്ങളെയും വിവേചിച്ചു നോക്കും. ഓ എൻ്റെ ദൈവമേ, മനുഷ്യർ പുറമേയുള്ളോ നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഊറിയ ഭാവങ്ങൾ എല്ലാം വിവേചിച്ചറിയുന്നൊരു ദൈവം. എന്നെ ഒരാൾ വളരെ കാര്യമായി സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കിട്ടുന്നതായ ഒരു ഊറിയ രസം, അത് വിവേചിക്കുന്നതായ ദൈവം. എന്നെ ഒരാൾ വേണ്ട വിധത്തിൽ ഗൗനിക്കാതെ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നതായ അമർഷവും നീരസവും, അത് എല്ലാം മനസ്സിലാക്കുന്ന ദൈവം. ഇതെല്ലാം ദൈവം മനസ്സിലാക്കുന്നു, പക്ഷേ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല, അഥവാ ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് നാം നമ്മുടെ ജഡത്തിൽ സന്തോഷിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തിലോ മനുഷ്യർ പറയുന്ന സൗന്ദര്യത്തിലോ നമ്മുടെ കഴിവുകളിലോ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇല്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ അസത്യവാദിയാക്കുന്നു എന്നല്ലേ വചനം. ഉണ്ട് കർത്താവേ, ഈ വചനപ്രകാരം ഈ വചനത്തിൽ എന്തെല്ലാം പാപങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഒരു തികഞ്ഞ രൂപമാണ് ഈ മനുഷ്യനെന്ന് നാം നമ്മെ തന്നെ കണ്ടെത്തിയാൽ നാം ഭാഗ്യശാലികളായി. മനുഷ്യൻ ഒരു പാപമുള്ളിൽ താലോലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നാം ചിന്തിച്ചു തുടങ്ങിയത്. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ, ആ വാക്ക് എന്തുകൊണ്ടോ ഉള്ളിലങ്ങ് നല്ലതുപോലെ തറഞ്ഞു. തങ്ങളെ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്നെ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന് സ്തോത്രം. പിശാച് അവിടെ നിൽക്കുന്നു. ഞാൻ ജനിച്ച എൻ്റെ സമുദായത്തിൽ നിന്ന്, എനിക്ക് പറയാൻ ലജ്ജയുണ്ട്, പറയുന്നില്ല, ഓർക്കാൻ ലജ്ജയുണ്ട്. ഏതെല്ലാം സാഹചര്യങ്ങൾ. എൻ്റെ വീടിനടുത്ത് ഒരു NSS സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ വരാന്തയിൽ ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാനും എൻ്റെ കൂട്ടുകാരും പോയിരിക്കും. സിഗരറ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ബീഡിയാണ് വാങ്ങിക്കുന്നത്. പൈസ പലപ്പോഴും കടം പറയുകയാണ്. എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി മൂവാറ്റുപുഴയ്ക്കും, കോതമംഗലത്തായിരുന്നു അന്ന് വീട്, പെരുമ്പാവൂരിനെല്ലാം സൈക്കിൾ വിട്ട് സിനിമയ്ക്ക് പോയ കാലങ്ങൾ. ഇന്നതെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ ദൈവമേ, അങ്ങനെ എന്തായിരുന്നു ഒരു രൂപവും ഭാവവും. എന്നാൽ എൻ്റെ ഉള്ളിലിരിക്കുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത് പിശാചാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ കർത്താവ് തനിക്ക് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവരെ വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിന് വചനമുണ്ട്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട്
എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് പിശാചിൻ്റെ അടുക്കൽ വന്നു. അവനെ എന്നെ വിട്ടുകൊടുക്കുമോ? എന്നെ വിട്ടുകൊടുക്കുകയില്ല. എന്നാൽ ഞാൻ നല്ല വില തരാം. എന്താണ്? ഞാൻ എൻ്റെ ജീവനെ തന്നെ, എൻ്റെ ഈ ശരീരത്തിലൂടെയുള്ള പരിശുദ്ധ രക്തം തന്നെ, എൻ്റെ പേര് ദാനിയേൽ എന്നാണ്, ഈ ദാനിയേലിന് വേണ്ടി ഞാൻ തരാം. അയ്യോ, പിശാച് വിറച്ചുപോയി, പാതാളലോകം വിറച്ചുപോയി. അവിടെ നിൽക്കാൻ പിശാചിന് കഴിയില്ല. കാരണം സർവ്വഗോത്രത്തിലും സർവ്വഭാഷയിലും സർവ്വവംശത്തിലുള്ളവരെ കർത്താവ് അടക്കപ്പെട്ടു, അവനായി വിലയ്ക്ക് വാങ്ങിയതാണ്. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയ തങ്ങളുടെ നാഥനെ തള്ളിപ്പറയുക, യേശുക്രിസ്തുവിനെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് തള്ളിപ്പറഞ്ഞ് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ഒരു കപട ആത്മീയത്വം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നമ്മുടെ നാഥനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം എങ്ങനെയാണ്? ഇത് പൊതുജനത്തെക്കുറിച്ചല്ല പറയുന്നത്, സാധാരണ പള്ളിയിൽ പോകുന്നവരെ കുറിച്ചല്ല പറയുന്നത്, ഏതെങ്കിലും പൗരോഹിത്യത്തിലുള്ളവരോ അല്ലെങ്കിൽ ഞാൻ ഓർത്തഡോക്സ് സഭയിലുള്ളവരോ തെറ്റി ചുളിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എവിടെ മുഴങ്ങിയാലും അവിടെ പാപബോധം കിട്ടും. അത് നമ്മുടെ ദൈവാലയങ്ങളിൽ മുഴങ്ങട്ടെ, കൺവെൻഷൻ മന്ത്രികളിൽ മുഴങ്ങട്ടെ. സത്യത്തിൻ്റെ പരിജ്ഞാനം ജനത്തിന് കൊടുക്കുക. മുമ്പിൽ നിൽക്കുന്നവരോട് ജീവിതത്തിൽ നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മദ്യപാനികളാണെങ്കിൽ, നിങ്ങൾ സ്വയഭോഗികളാണെങ്കിൽ, നിങ്ങൾ വാവിഷ്ഠാണം പരദൂഷണം പറയുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് പകയോ പിണക്കമോ അസൂയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല. വിശുദ്ധ മാതാവും സ്ലീഹന്മാരും വിശുദ്ധന്മാരും പന്തിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നിങ്ങൾ എത്തുകയില്ല എന്നുള്ള സത്യം വിളിച്ചു പറയുന്ന കൺവെൻഷൻ പന്തലുകളും സുവിശേഷ ഗോളങ്ങളും ഉയരട്ടെ. സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് ലഭിച്ചു, നിങ്ങൾക്കും എനിക്കും ലഭിച്ചു. അങ്ങനെ ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, മനഃപൂർവ്വമാണ് പാപം ചെയ്യുന്നത്, അറിയാതെയല്ല പാപം ചെയ്യുന്നത്. നിങ്ങൾ ജീവിതം ക്രിസ്തുവിന് വേണ്ടി വ്യക്തമായി കൊടുത്ത ഒരാളാണ് എങ്കിൽ, നിങ്ങൾ അരുതാത്തൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളോട് മൃദുവായി ദൈവം സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. പത്രോസ്ലീഹ വളരെ സങ്കടത്തോടെയാണ് ഈ വാക്കുകൾ എഴുതുന്നത്. എൻ്റെ കർത്താവിന് സ്തോത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 31-ാം വാക്യം മുതൽ യേശു അവരോട്, അന്ന് 11 ശിഷ്യന്മാരേ ഉള്ളൂ, യൂദ മാറിക്കഴിഞ്ഞിരുന്നല്ലോ. ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കലിടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആളുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എല്ലാവരും, ഈ നിൽക്കുന്ന എല്ലാവരും ഇടറിപ്പോകും. എന്നാൽ 33-ാമത്തെ വാക്യം, അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ നിങ്ങൾ ഒരു നാളും ഇടറുകയില്ല എന്നുത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ ഈ ലേഖനങ്ങൾക്ക് എഴുതുമ്പോൾ, ഈ 1-2 ലേഖനങ്ങൾ എഴുതുമ്പോൾ മാത്രമല്ല, തലകീഴായി ക്രൂശിക്കപ്പെടുന്ന സമയം വരെയും തലകീഴായാണ് ക്രൂശിക്കപ്പെട്ടത്. എൻ്റെ നാഥൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് ക്രൂശിക്കപ്പെടട്ടെ. എന്നും രാവിലെ കോഴി കൂകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കരയും. എൻ്റെ കർത്താവിന് സ്തോത്രം. അയ്യോ, എനിക്കന്ന് മുന്നറിയിപ്പ് തന്നിരുന്നു. ആ മുന്നറിയിപ്പാണ് നാം വായിക്കുന്നത്. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. എല്ലാവരും, എല്ലാവരെ പോലെ അല്ല ഞാൻ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ വീണ്ടെടുത്ത് ആത്മാവിന് നിറവിൽ ശേഷം പത്രോസ്ലീഹ ഓർക്കുന്നുണ്ട്, ജീവനാഥനാണ് പറഞ്ഞതെന്ന് എനിക്കന്ന് മനസ്സിലായില്ലല്ലോ. എനിക്ക് ഒന്നുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടി എൻ്റെ നാഥൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് എന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു, പത്രോസേ, അങ്ങനെയല്ല. സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന്, നിന്റെ വിശ്വാസം തള്ളിക്കളയേണ്ടതിന് ദുഷ്ടൻ അവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ലൂക്കോസ് 22-ലാണ്. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ അപേക്ഷിച്ചു.
ഈ 11 പേരിലോടല്ല, നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെ വിശ്വാസം പൊയ്പോകാൻ സാധ്യതയുണ്ട്, നീ എന്നെ തള്ളിക്കളയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കാണുന്നു. വ്യക്തമായ മുന്നറിയിപ്പ് കിട്ടി. പത്രോസ്ലീഹ എന്നും കരയും, എൻ്റെ ദൈവമേ, എനിക്ക് ആ മുന്നറിയിപ്പ് കിട്ടിയിട്ടും ഞാൻ എൻ്റെ നാഥനെ തള്ളിപ്പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, അത് നിരാശയുടെ കണ്ണുനീരല്ല, നമ്മുടെ നാഥനെ വേദനിപ്പിച്ചതിൻ്റെ കണ്ണുനീരാണ്. ഞാൻ പറയാറില്ലേ, എൻ്റെ അച്ഛനെ ഒരിക്കൽ ഞാൻ ഇഷ്ടിക വെച്ചെറിഞ്ഞു. എൻ്റെ അമ്മയെ ഉപദ്രവിച്ചപ്പോൾ അത് കണ്ടിട്ട് സങ്കടം കൊണ്ടാണ് എറിഞ്ഞത്. പക്ഷേ മാനസാന്തരപ്പെട്ടപ്പോൾ എൻ്റെ അച്ഛൻ ഭൂമിയിലില്ല, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്നും ഞാൻ ചിലപ്പോൾ എങ്ങലടിക്കാറുണ്ട്. അറിവില്ലായ്മയുടെ കാലങ്ങൾ, പ്രിയരെ, അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നാം ചെയ്തതെല്ലാം കർത്താവ് നമുക്ക് ക്ഷമിച്ചു തന്നു. എന്നാൽ നമുക്ക് ക്ഷമിച്ച് കിട്ടിയവൻ, അധികം ക്ഷമിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കും. സ്തോത്രം. അധികം സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ? യേശുവിനോട് സ്നേഹം വരുന്നുണ്ടോ? എൻ്റെ പ്രിയരെ, പത്രോസ്ലീഹ അന്ത്യശ്വാസം പോകും വരെയും യേശുവിനെ സ്നേഹിച്ചും യേശുവിനെ സ്തുതിച്ചും ഇരുന്നു. ജീവനായകനെ ഞാൻ തള്ളിക്കളഞ്ഞല്ലോ എന്നോർത്ത് പത്രോസ്ലീഹ എന്നും വേദനിച്ചിരുന്നു. തൻ്റെ ജീവനായകനെ ഞാൻ തള്ളിക്കളഞ്ഞല്ലോ എന്നോർത്ത് എന്നും വേദനിച്ചിരുന്നു. ഒരു വേദന നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. വ്യക്തമായ മുന്നറിയിപ്പ് കിട്ടിയിട്ടും പത്രോസ് തള്ളിപ്പറഞ്ഞു. പറഞ്ഞത് എന്താണ്? ഞാൻ ഇവനെ ഒരു നാളും അറിയുന്നില്ല. സത്യമല്ലേ പറഞ്ഞത്? കാരണം ഇങ്ങനെ യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട് ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്ന യേശുക്രിസ്തുവിനെ ശീമോൻ പത്രോസിനെ അറിഞ്ഞുകൂടാ. ശീമോൻ പത്രോസിന് അറിയാവുന്നത് അത്ഭുതങ്ങൾ കാണിക്കുന്ന, അടയാളങ്ങൾ കാണിക്കുന്ന യേശുവിനെയാണ്. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും ഈ ശിഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ? ഈ പത്രോസിന് വിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം. അത് അറിഞ്ഞിട്ട് യേശു അവരോട് അല്പവിശ്വാസികളെ വിളിക്കുകയാണ്. എന്താണ് സാഹചര്യം? അന്ന് ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയി. യേശു അവരോട് പറഞ്ഞു, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഈ പരീശന്മാരെയും സദൂക്യരുടെയും ഉപദേശങ്ങളൊക്കെ സൂക്ഷിച്ചുകൊള്ളണം കേട്ടോ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവർ വിചാരിച്ചു അപ്പം എടുക്കായി കൊണ്ടായിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇവർ പോയി പറയൂ, അപ്പം എടുക്കാൻ മറന്നു പോയതുകൊണ്ടായിരിക്കും കർത്താവ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന്. ഇവര് ഈ കർത്താവ് പറയുന്ന ആത്മാവിൻ്റെ ഉപദേശം അത് അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ കർത്താവിന് സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണല്ലോ, നിങ്ങൾക്ക് ഇപ്പോഴും കട്ടിയായുള്ള ആഹാരം തരാറായിട്ടില്ല. ഇന്നും പാലത്രയും നിങ്ങൾക്ക് വേണ്ടത്. ഇന്നും നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കമൊക്കെ ഇരിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിലെ അപ്പത്തിൻ്റെ കാര്യമൊക്കെയാണ് ഈ പറയുന്നത്. അത് കേട്ടപ്പോൾ കർത്താവ് അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അല്പം ഗൗരവമായിട്ടാണ് പറയുന്നത്. അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? നിങ്ങൾക്കതൊരു തിരിച്ചറിവ് കിട്ടുന്നില്ലേ? തൊട്ടുമുമ്പത്തെ അധ്യായത്തിൽ, സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം, അവിടെ എന്താണ്? യേശുക്രിസ്തു കടലിൽ കൂടി നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസ് ചാടി പറഞ്ഞു, കർത്താവേ, ഇത് നീ ആകുന്നുവെങ്കിൽ എനിക്കും കൂടി കടലിൽ മേൽ നടക്കണം. വരിക. ഒറ്റ വാക്കാണ്, റീമ. ഈ കർത്താവിൻ്റെ കാലം മുതൽ പത്രോസ്ലിയായ്ക്ക് മാത്രം കൊടുത്തതായ വ്യക്തിപരമായ വചനമാണ്, വരിക, കടലിന് മീതെ നടക്കുക. ഈ വചനം ഉപയോഗിച്ച് രണ്ട് സ്ത്രീകൾ, ആത്മീയമായി വളർന്നു വന്ന രണ്ട് സ്ത്രീകൾ, ദക്ഷിണ കൊറിയയിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെയൊരു വചനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കടലിലേക്ക് ഇറങ്ങിയതായിട്ടൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ രക്ഷപ്പെട്ടില്ല. കാരണം അത് അവർക്കുള്ള വചനമല്ല, പ്രിയപ്പെട്ടവരെ. അത് അന്ന് പത്രോസ് കൊടുത്ത വ്യക്തമായ നേരിട്ടുള്ള വചനമാണ്. പക്ഷേ വചനം കിട്ടി ഇറങ്ങിയതായ പത്രോസ് കാറ്റും കോളും കണ്ടപ്പോൾ പത്രോസ് ഭയപ്പെട്ടുപോയി. പത്രോസിനെ കർത്താവ് ചാടി കൈക്ക് പിടിച്ചിട്ട് വിളിച്ചു, അല്പവിശ്വാസിയെ. ശീമോനെ എന്നല്ല വിളിച്ചത്, പത്രോസെ എന്നല്ല വിളിച്ചത്, അല്പവിശ്വാസിയെ എന്നാണ് വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. മുഴുവൻ വിശ്വാസവും വന്നിട്ടില്ല. അന്ന് ജീവനാഥനാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ
കോഴി 2 വട്ടം കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയുമെന്ന് പറഞ്ഞത് യേശുക്രിസ്തുവാണെന്ന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ അതൊന്ന് ചെയ്യുമായിരുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുവാനിട വരട്ടെ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ സങ്കടത്തോടെ പറയുന്നത്, ഞങ്ങൾക്കെല്ലാം ഈ അബദ്ധം പറ്റി. പത്രോസ് പറയുകയാണ്, ശിഷ്യന്മാർക്കെല്ലാം ഈ അബദ്ധം പറ്റി. എൻ്റെ സഹശിഷ്യനായ തോമാസ് ശ്ലീഹായ ഉണ്ടല്ലോ, തോമസ്, ദിദിമോസ് എന്നാണ് പേര്. ദിദി ട്വിൻ, ഇരട്ട മുഖം എന്ന് വേണമെങ്കിൽ പറയാം. തോമസ് ശ്ലീഹയെ പറ്റി അല്ല കേട്ടോ പറയുന്നത്. ഇരട്ട മുഖം, ഇരട്ട സ്വഭാവം. പണ്ട് ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പലരാകുന്നു, ഒരാൾ തന്നെ പക്ഷേ പല വ്യക്തിത്വങ്ങൾ. ഇതെല്ലാം കൂടുതൽ വിശദീകരണം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാകും. പല വ്യക്തിത്വങ്ങൾ, ഒരാൾ തന്നെ പല രീതിയിൽ, പല സ്വഭാവത്തിൽ, പല ഭാവങ്ങളിൽ പെരുമാറുന്നു. ഞങ്ങൾ പലരാകുന്നു. ദിദിമോസ് എന്ന തോമസ് ലീഹ ആത്മനിറവിൽ ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെയല്ലേ നാം എല്ലാം ഈ സുവിശേഷത്തിന് വഴി കാണാനിടയായത്. എന്നാൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന കാലത്ത് ലാസറിനെ ഉയർപ്പിക്കാൻ യേശു പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലുണ്ട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകുക എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാർ 10 പേര് കൂടിയിരിക്കുന്നു. യൂദ മാറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നുവല്ലോ. തോമാസ് അവിടെ ഉണ്ടായിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ അന്ന് കർത്താവ് വന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീനെന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ തോമാസ് അവിടെ ഉണ്ടായിരുന്നില്ല. തോമാസ് വന്നപ്പോൾ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ. തോമാസ് അവരോട് പറഞ്ഞു, ഇല്ല, ഞാൻ വിശ്വസിക്കുകയില്ല. ഞാൻ അവൻ്റെ ആണിപ്പഴുതുകളിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ല ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് അതൊരു തള്ളിപ്പറച്ചിലായിരുന്നു. തോമാസ് അത് പറയുമ്പോൾ അങ്ങ് ദൂരെ എവിടെയോ കർത്താവിൻ്റെ ആ കൈയിലെ ആണിപ്പഴുതിൽ പയ്യെ രക്തം പൊടിഞ്ഞു കാണില്ലേ? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ തിരുവിലാവിൽ വീണ്ടും രക്തം പൊടിഞ്ഞു കാണില്ലേ? റോമക്കെതിരെ ലേഖനം 9-ാം അധ്യായം 32-33 വാക്യങ്ങൾ. വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിൽ മേൽ തട്ടി ഇടറി, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അവിശ്വാസം ഒരു ഇടർച്ചക്കല്ലാണ്. അന്ന് തോമസ് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച്, അന്ന് പത്രോസ് ആ ബാല്യക്കാരത്തിന് മുമ്പിൽ വെച്ച് ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ അതേപോലെ തന്നെ തോമസ് ഇപ്പോൾ തന്നെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുകയാണ്. ഇല്ല, ഞാൻ അവനെ കാണാതെ, അവൻ്റെ തിരുവിലാവിൽ കൈയിടാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ നാഥനെ തള്ളിപ്പറയുകയാണ് എന്ന് അന്ന് തോമാസിന് മനസ്സിലായില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസം മൂലം ദൈവത്തെ തള്ളിപ്പറയുന്നവരാണ് ഇന്ന് ഈ ലോകത്തിലെ ആത്മീയത്തിലുള്ളവർ പോലും. ഒരു സമയത്ത് നല്ല വിശ്വാസം ഇല്ലേ? പത്രോസിന് എന്ത് വലിയ വിശ്വാസമായിരുന്നു, തോമാസിന് എന്ത് വലിയ വിശ്വാസമായിരുന്നു ഇല്ലേ? നമുക്കെല്ലാം ചില കാര്യങ്ങൾ വരുമ്പോൾ എന്ത് വിശ്വാസമായിരുന്നു. നിങ്ങൾ ജോർജ് മുള്ളറെ പറ്റിയൊക്കെ ഉള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. വിശ്വാസ വീരന്മാരുടെ പുസ്തകങ്ങൾ എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കുന്നു. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തു, വിശ്വാസത്താൽ അവർ ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായി അടയ്ക്കപ്പെട്ടു, വിശ്വാസത്താൽ ജയം നേടി ഇസ്രായേൽ മക്കൾ, വിശ്വാസത്താൽ അവർ കരയിലെന്ത പോലെ ചെങ്കടലിൽ കൂടി അവർ നടന്നു, വിശ്വാസത്താൽ എരീഹോ മതിൽ താഴേക്ക് വീണു, വിശ്വാസം കൊണ്ട് നേടിയവർ. എന്നാൽ ചെറിയ കാര്യത്തിൽ തട്ടി ഇടറി അവിശ്വാസം വന്ന് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥ. എൻ്റെ കർത്താവിന് സ്തോത്രം. ജീവനുള്ള ദൈവം നമ്മെക്കുറിച്ച് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ ഒരിക്കലും തള്ളി പറയരുത്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് തോമാസ് എന്ത് പാരമ്പര്യം പറയാനുണ്ട്? ശീമോൻ എന്ത് പാരമ്പര്യം പറയാനുണ്ട്? ചുങ്കക്കാരനായ മത്തായിക്ക് എന്ത് പാരമ്പര്യം പറയാനുണ്ട്? യോഹന്നാനും യാക്കോബിന് എന്ത് പാരമ്പര്യം പറയാനുണ്ട്? എരിവുകാരനായ ശീമോൻ എന്ത് പാരമ്പര്യം പറയാനുണ്ട്? ഈ മഹാഭാവിയായി എനിക്കെന്ത് പാരമ്പര്യം പറയാനുണ്ട്?
പറയാനുണ്ട്. എന്നാൽ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങൾ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വലിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. സ്തോത്രം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വലിയ രക്തം. 2 പത്രോസ് 2-ാം അധ്യായം മുഴുവൻ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും അനേക ആളുകളെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നാലെ സമയം കിട്ടുന്നത് പോലെ പഠിക്കാം. പക്ഷേ വീണ്ടും ഞാൻ പറയട്ടെ, ഇത് പറയുമ്പോൾ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം, നമ്മെ തന്നെ താഴ്ത്താം. അത് കേട്ടിട്ട് കർത്താവ് വീണ്ടും കടന്നു. 8 ദിവസം കഴിഞ്ഞ് തോമാസമുള്ള ഒരു ദിവസം, മകളെ കഴിഞ്ഞ കൂട്ടായ്മ വന്നപ്പോൾ നീ ഉണ്ടായിരുന്നില്ലല്ലോ, മകനെ നീ ഉണ്ടായിരുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും കൂട്ടായ്മ മുടക്കരുത്, സഭായോഗങ്ങളെ മുടക്കരുത്. കർത്താവ് എപ്പോഴാണ് നമ്മെ അന്വേഷിച്ച് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ, ദൈവ തേജസ് ഇറങ്ങി വരുമ്പോൾ നമ്മെ യഥാസ്ഥാനപ്പെടുത്താൻ യേശുക്രിസ്തു കടന്നു വരും. തള്ളിപ്പറഞ്ഞവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവ് കടന്നു വന്നു. തോമാസിനെ വിളിച്ചു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 26-ാം വാക്യം മുതൽ 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് അവരോട് നിങ്ങൾക്ക് സമാധാനം. 10 പേര് കർത്താവിന് മുഖത്തേക്ക് ഇങ്ങനെ, കർത്താവിന് എന്തായിരിക്കും പറയുന്നത്? പക്ഷെ അവിടെ തോമാസ് ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുകയാണ്. കാരണം തോമാസിനുള്ളിൽ കുറ്റബോധം. പെട്ടെന്ന് വന്നു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. മകനെ, നീ ഒരു അവിശ്വാസിയായിരിക്കരുത്, നീ ഒരു അല്പവിശ്വാസിയുമായിരിക്കരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിക്കളയരുത്. നിങ്ങൾ ഇപ്പോൾ 11 പേരുണ്ടല്ലോ, നിങ്ങൾ വേണം ഇനി ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ. എൻ്റെ കർത്താവിന് സ്തോത്രം. നിങ്ങളെ ഞാൻ യഥാസ്ഥാനപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. തോമാസേ, നിനക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വിരലിട്ടോ, കുഴപ്പമില്ല. എൻ്റെ കൈ ഒന്നുകൂടി ഒന്ന് വേദനിക്കുന്നല്ലേ ഉള്ളൂ. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ വിലാപ്പുറത്തേക്ക് വേണ്ടി ഒന്ന് കൈയിട്ടോ, ഈ ചങ്ക ഒന്ന് പെടയുമെന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഈ ചങ്ക ഒന്ന് പെടഞ്ഞാലും, ഈ കൈ ഒന്നുകൂടി ഒന്ന് മുറിഞ്ഞാലും, രക്തം ഒന്നുകൂടി തുടിച്ചാലും, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്നെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി കൊടുത്തതായ രക്തമാണിത്. ഇത് ഒന്നുകൂടി പൊടിഞ്ഞാലും എനിക്ക് വേദനയില്ല. കാരണം നിന്നെ വീണ്ടെടുക്കുന്ന സന്തോഷം ഓർക്കുമ്പോൾ സ്വർഗം ചാഞ്ഞിറങ്ങി വന്നവനാണ് ഞാൻ. നിനക്ക് വേണ്ടി ജീവൻ തന്നവനാണ് ഞാൻ. നിന്നെ സ്വീകരിക്കാൻ വന്നവനാണ് ഞാൻ. അത്രയേ പറഞ്ഞുള്ളൂ, അത്രയേ കേട്ട ഓർമ്മയുള്ളൂ തോമാസിനോട്. തോമാസ് എന്ത് പറഞ്ഞു? ഒരു വലിയൊരു അലർച്ചയായിരുന്നു, ഒരു വലിയൊരു കരച്ചിലായിരുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളോവേ എന്ന് ഉറക്കെ പറഞ്ഞു. ഇന്ന് ഈ സമയത്ത് ആർക്ക് ഏറ്റവും ഉറക്കെ പറയാൻ തോന്നുന്നുള്ളൂ? എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവേ, എനിക്ക് ആണിപ്പാടിൽ നീ കൈയിടണ്ട, തിരുവിലാവിൽ കൈയിടണ്ട. ഇപ്പോൾ ഞാൻ ആ പാദപീഠം മാത്രം ഒന്ന് ചുംബിച്ചോട്ടെ, ആ തിരുമുറികളൊന്ന് ചുംബിച്ചോട്ടെ. എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ, മൈ ഗോഡ് ആൻഡ് മൈ ലോർഡ്, എൻ്റെ ലോർഡ്, എൻ്റെ ദൈവമേ, ലോർഡ്. ദൈവത്തിന് സ്തോത്രം. യേശുവേ, ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൻ യേശുവിൻ്റെ അത്യന്ത ശക്തി തോമാസിൻ്റെ മേൽ പകർന്നു. ആ അത്യന്ത ശക്തിയാണ് ഇന്ത്യ രാജ്യത്തെ സുവിശേഷീകരിച്ചതെങ്കിൽ ഇന്ന് ആ അത്യന്ത ശക്തി നമ്മിലേക്ക് ഇറങ്ങട്ടെ. വിശ്വാസത്താൽ വ്യാപരിക്കുന്ന ശക്തി, സ്നേഹത്താൽ വ്യാപരിക്കുന്ന ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. എൻ്റെ കർത്താവിന് സ്തോത്രം. ആ ശക്തിയുള്ളവരായി നമുക്ക് എഴുന്നേൽക്കാം, വിശ്വാസികളെ ജീവിക്കാം. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവർ ഇന്ന് യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിൻ്റെ രക്തം വന്ന് എല്ലാം കഴുകിത്തരട്ടെ. സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. അവിടുത്തെ സ്നേഹം ഞങ്ങളെ മാടി വിളിക്കുന്ന നല്ല നല്ല കാലങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, എന്ന് നിന്നോട് ചേർന്ന് ആ പാദം കെട്ടിപ്പിടിച്ച് കിടക്കുവാൻ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. തൃക്കരങ്ങൾ തലമേൽ വെക്കണമേ, അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്വം മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.